ഹലോ, അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരെയും വിശേഷം? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് ചെറിയൊരു ട്രിപ്പ് പോയതാണ്. അപ്പം ചെന്ന് കണ്ടപ്പം എന്തോ എനിക്കൊരു നാട്ടിലത്തേക്കൊരു ഫീല് തോന്നി കേട്ടോ. അപ്പോഴത്തൊരു ഇത് ഈ പാർക്കുള്ളത് ബർക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. മസ്കറ്റിൽ നിന്ന് സോഹാർ പോണ വഴിക്കാണ് ബർക്ക, അവിടെയാണത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ സൂ ഉണ്ട്, ചെറിയൊരു പാർക്കും ഉണ്ട്. അങ്ങനെ പാർക്ക് എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ പോയതായിരുന്നു. ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ സൂ ഉണ്ടെന്ന്. അങ്ങനെ പോയി ചെറിയൊരു ടിക്കറ്റൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ കയറി. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇതാണ് കേട്ടോ, എലികൾ. പല വെറൈറ്റി ഐറ്റംസുള്ള എലികളുണ്ടായിരുന്നു. അപ്പം ഇതെന്തോ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ ഇരിക്കണ ആ ടൈപ്പാണെന്ന് തോന്നുന്നു. അതിനായിട്ട് പ്രത്യേക ഒരു കൂട് പോലെയൊക്കെയാണ് മരത്തിൻ്റെ. അപ്പം ചിലപ്പോൾ അത് ഈ പാമ്പുകൾക്ക് കഴിക്കാനുള്ള ഫുഡായിരിക്കും, എന്താ അറിയില്ല. കുറച്ച് എലികളും ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ പാമ്പുകളും ഉണ്ട്. കണ്ടോ, അതൊക്കെ ഒരു വേറെ വേറെ പല കള്ളികളിലും പലതരം എലികളാണ് കേട്ടോ. പിന്നെ ഇതാ പാമ്പിനെ കണ്ടേ. പാമ്പിനിക്ക് മറ്റെന്ത് സംഭവങ്ങളോടും ഒരു അറപ്പ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ പാമ്പിനെ കണ്ടാൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു മേനിക്ക് കുളിക്കണ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ടൈം അതിനെ വീഡിയോ എടുക്കാതെ വിട്ടു നിന്ന്. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഒരു കുറച്ച് കൂടുതലൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പാമ്പിനെ കണ്ട് പേടിയാണോ അതോ എന്താണെന്ന് അറിയില്ല. എനിക്ക് ഒരുമാതിരി ആവും ഞാൻ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ. പുഴുക്കളോടൊന്നും അത്ര ഒരു ഇതില്ല, വേറെ ഏത് ജന്തുക്കളോടും കേട്ടോ. പക്ഷെ പാമ്പിന് എനിക്ക് എന്തോ പോലെയാണ്, എന്താണെന്ന് എനിക്കറിയില്ല. ആ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ എന്താ കുറേ ഐറ്റം പാമ്പുകളെ കണ്ടു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ പോയത്, പിന്നെ അടുത്ത സെക്ഷനിൽ ഉണ്ടായിരുന്നത് കഴുകനാണ് കേട്ടോ. കഴുകനാണെന്ന് തോന്നുന്നു, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ്. കഴുകനാണെന്ന് മനസ്സിലായത്, പരുന്തല്ല. ഇതൊക്കെ കഴുകന്മാരാട്ടോ. ഇത് വേറൊരു പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അടുത്ത് കാക്കയാണ്, നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇവിടെ എന്തോ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. കാക്കകളുണ്ട്. കാക്കകളൊന്നും നമ്മുടെ നാട്ടിലൊരു സൂകളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കണ്ടൊരു ഞാൻ കാണാത്തൊരു മൃഗമാണ് കേട്ടത്. കോമൺ ജെനറ്റിക് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ എന്താണെന്നതിന് പേര് വിളിക്കാൻ അറിയണമല്ലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൂ അല്ലേ, ഉണ്ടാവും, എല്ലാ മൃഗങ്ങൾക്കും ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു ഏരിയയിലെത്തിയപ്പം മുതലകൾക്ക് ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാണ് ഈ ഒരു ഏരിയയിലും കൂടെ എത്തിയപ്പോൾ ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു മാതിരി സ്മെല്ലായിരുന്നു.
വിഷയമുണ്ടത്. ഇതെന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. പക്ഷെ കാണാനൊരു ലുക്കുണ്ട്. ഇനിയിപ്പോൾ കല്ല് വെച്ചിട്ടുണ്ടാക്കിയത് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനുള്ളിൽ ഈ മങ്കീനെയും അതുപോലെ അതിൻ്റെ അപ്പുറത്തൊരു പരുന്തുണ്ട്. പിന്നെ അങ്ങനെ 1-2 സംഭവങ്ങൾ. അത് ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാലും ഇങ്ങനെ ആവുമെന്ന് എനിക്കൊരു സംശയം കേട്ടോ. ഈ പരുന്തിൻ്റെയൊക്കെ കാലൊക്കെ നോക്കി ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വിരൽ ഇങ്ങനെ ആ കമ്പിൽ പിടിച്ച് നിൽക്കരുത്, അത് കടിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള അങ്ങനെ ചിഹ്നമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അപകടകാരികളാണ്. പക്ഷെ ഇതിനൊക്കെ ഈ മതിലുണ്ടല്ലോ അത് വളരെ ചെറുതാണ്. ഇവർ അത് എടുത്ത് ചാടി പോകില്ലേന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുതിരകൾ, സാധാരണ കുതിരനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇനി ഇതപ്പോൾ കാണുന്ന കുതിരനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. മൂവികളിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ.
സെപ്പറേറ്റ് ആക്കിയിട്ടത് ഇനിയിപ്പം ഓരോ ഐറ്റം കൊണ്ടാണോ അതോ ഇനിയിപ്പോൾ ഓരോ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടികൾ ഇതാണ്. അപ്പോൾ ഓരോ കുട്ടികളാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കുട്ടികളെ വേറെ സെക്ഷനിലാക്കിയിട്ടുണ്ട്, ഓര് വേറെ വേറെ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് മുള്ളം പന്നിയാണ്, എല്ലാവർക്കും അറിയുണ്ടാവും. ഇഗ്വാനയാണ് കേട്ടോ. ഇഗ്വാനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഡയറക്റ്റായിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ നമ്മൾ മങ്കീസ്, ലവ് ബേർഡ്സ്, തത്തമ്മകൾ, അങ്ങനെ പല ഐറ്റം പക്ഷികളും അതിൻ്റെ ഇടയിൽ പൂച്ചക്കുട്ടികളും ഉണ്ടായിരുന്നു. പൂച്ചനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പാവം തോന്നിട്ടോ. അവരങ്ങനെ കൂട്ടിലിട്ട് വെച്ചിട്ട് ഇപ്പം ആ സിംഹത്തെ പോലും കാട്ടിലെ രാജാവാണ്, വലിയ ആളാണ്, പക്ഷെ ഇവിടെ ഒരു കൂട്ടിലിങ്ങനെ കിടക്കണ കണ്ടിട്ട് എനിക്ക് ഒരു മുഖം കാണുമ്പോൾ എന്തോ ഒരു സങ്കടത്തിൽ നിൽക്കണ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുക കണ്ടോ. ഈ പൂച്ച കിടക്കണമൊക്കെ ശരിക്കും ഒരു സങ്കടപ്പെട്ട് കിടക്കണ പോലെ അല്ലേ. തിരിച്ചു പോരാനായി. അപ്പോൾ അവിടെയുള്ള ചെറിയൊരു ഐസ്ക്രീം പാർലർ പോലത്തെ അങ്ങനെ ചെറിയ സ്നാക്കും അങ്ങനെ കിട്ടുന്ന ചെറിയൊരു ഷോപ്പാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ച് അങ്ങനെ ഞങ്ങൾ പോകുന്നു. അപ്പോൾ അവിടെ മസ്കറ്റിലൊക്കെ ഉള്ളവർ എന്തായാലും ഒന്ന് പോയി നോക്കട്ടോ, കാണാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.